CPM മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂട്ടുകെട്ട് പരസ്യമായിരിക്കാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വാശിയിലാണ് BJPക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. അതിൻ്റെ ഭാഗമായി പല കാര്യങ്ങളിലും CPMുമായിട്ട് അവർ വിട്ടുവീഴ്ച ചെയ്യാണ്. ഇപ്പോൾ CPM ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നയം CPI എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അവർക്ക് ഒരു പരിധിക്കപ്പുറം പോകാൻ കഴിയില്ല. ഇപ്പോൾ BJPയെ സന്തോഷിപ്പിക്കുക. ഈ വിഷയത്തിൽ മാത്രമല്ല, ശബരിമലയിൽ തന്നെ ഇപ്പോൾ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഒരു സമരമായിട്ട് രംഗത്തിറങ്ങിയത്. ഞങ്ങളുടെ വിശ്വാസ സംരക്ഷണ യാത്ര സമാപിച്ചപ്പോൾ ഉണ്ടായ ഒരു മുന്നേറ്റം അത് കണ്ടപ്പോഴാണ് ഞങ്ങളുടെ സ്ഥിരം പല വോട്ടുകളും കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സെക്രട്ടേറിയറ്റ് വളയലുമായിട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾ സൂചിപ്പിക്കുന്നൊരു കാര്യം, ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ ഞങ്ങൾ പറഞ്ഞൊരു പോയിൻ്റ് കറക്റ്റാണെന്ന് ഇന്നലത്തെ ഹൈക്കോടതിയുടെ വിധിയോടുകൂടെ ക്ലിയറായി. ഞങ്ങൾ പറഞ്ഞത് പത്മകുമാർ ഉൾപ്പെട്ട അന്നത്തെ ദേവസ്വവും മുതൽ പ്രശാന്ത് എല്ലാ ദേവസ്വം ഭരണസമിതികളും ഈ കൊള്ളയിൽ പങ്കാളികളാണ്. അതുകൊണ്ട് ഈ നിലവിലുള്ള ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കണം. ഹൈക്കോടതി ഏതായാലും വളരെ വിജിലൻ്റായി ഇത് വീക്ഷിക്കുന്നുവെന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേസ് അന്വേഷിക്കുമ്പോൾ സത്യസന്ധമായി അന്വേഷിച്ചാൽ പോലും ഭാവിയിൽ മുഖ്യമന്ത്രിയുടെ അപ്രീതിക്ക് പാത്രമാവുമോ എന്നുള്ള ഭയം കൊണ്ട് ചിലപ്പോൾ അവർ സത്യം മറച്ചു വയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ CBI അന്വേഷിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. എല്ലാ തട്ടിപ്പും പുറത്തു വരണം. സ്വർണം കട്ടു LDF എങ്കിൽ അതിന് കൂട്ടു നിൽക്കുന്നു BJP. അപ്പോൾ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്നവർക്ക് ഉത്തരവാദിത്വം. ഇപ്പോൾ PM ശ്രീ പദ്ധതിയൊക്കെ അതിൻ്റെ വേറൊരു ഭാഗമാണ്. ഇപ്പോൾ കൊള്ളയിൽ പോലും മാർക്സിസ്റ്റ് പാർട്ടിയും BJP ആയിട്ടുള്ള ധാരണയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഉണ്ടാകും. കാരണം എന്താ അറിയോ, ഇപ്പോൾ കേന്ദ്രം ആവശ്യമായിട്ടുള്ള കാശ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലായല്ലോ. ക്ഷേമ പെൻഷൻ കൂട്ടിയതുകൊണ്ട് UDF തോൽക്കുകയാണെങ്കിൽ തോൽക്കട്ടെ എന്ന് കേന്ദ്രം വിചാരിച്ചാണ്. ഇപ്പോൾ കേന്ദ്രത്തിനോട് പരാതി ഉണ്ടാവില്ല. ഇനി ചിലപ്പോൾ കേന്ദ്രം കൊടുക്കും കാശ് ഇഷ്ടം പോലെ. എനിക്കും അങ്ങനെയും ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കേന്ദ്രം കൈ അയച്ച് സഹായിക്കാൻ പോവാണ്, ഇനി ഇഷ്ടം പോലെ കാശ് കൊടുക്കാനുള്ള സമയം. പക്ഷേ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഇലക്ഷൻ്റെ തലേന്ന് കഴിഞ്ഞ കിറ്റ് കൊടുത്ത് പറ്റിച്ച പോലെ ഇനി അത് നടക്കില്ല. ഒരിക്കൽ ചക്ക വീണ് മുയൽ എത്തുമെന്ന് വിചാരിച്ചിട്ട് എന്നും ചക്ക വീഴാൻ പോകുന്നില്ല. ഇനി വീണാലും മുയൽ ചാവാനും പോകും. ഈ PM ശ്രീ പദ്ധതിയിൽ അല്ല, അതിൽ ഒന്നുകിൽ അവരവരുടെ നിലപാട് തിരുത്തണം. കോൺഗ്രസിൻ്റെ ഒരു നിലപാട് ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനങ്ങളിൽ നടപ്പാക്കേണ്ട കാര്യമില്ല. കാരണം ഇവർ ചരിത്രം വളച്ചൊടിക്കുക. ഇപ്പോൾ വിദ്യാഭ്യാസ പദ്ധതിയിൽ മുഗൾ രാജവംശം ഭരിച്ച കാലം അങ്ങോട്ട് വെട്ടിമാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് ചരിത്രം മനസ്സിലാക്കാൻ പറ്റും. ഇനി ഫണ്ട് വാങ്ങുകയാണെങ്കിൽ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കണം. ഒരിക്കലും ഞങ്ങളുടെ വിദ്യാഭ്യാസ പരിഷ്കാരത്തിൽ നിങ്ങൾ ഇടപെടില്ല എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? അത് പറയണം. അല്ലെങ്കിൽ ഇപ്പോൾ മുഗൾ രാജവംശത്തിൻ്റെ ഭരണം പഠിപ്പിക്കാൻ പാടില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ RSSനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. ഗാന്ധിയെ കൊന്നതിനെ കുറിച്ച് പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം നടക്കൂ. ഇപ്പോൾ കാശ് കിട്ടാൻ വേണ്ടി എന്തും പറയാം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നും നടപ്പാക്കുന്നുണ്ട്. ഞങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം പാഠ്യപദ്ധതിനെ തൊടാൻ സമ്മതിക്കരുത്. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ നിലപാടുണ്ടാവും, പാർട്ടിയുടെ നയം ഉണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ കാര്യം വരാൻ നട്ടലുണ്ടോ മുഖ്യമന്ത്രിക്ക്? ഞങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ പാഠ്യപദ്ധതിയിൽ തലയിടാൻ കേന്ദ്രത്തിന് അനുവദിക്കരുത്. അതല്ലാതെ കേന്ദ്രം പറയുന്ന പോലെ കുട്ടികളെ പഠിപ്പിക്കാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തയ്യാറല്ല. ഈ ഉപാധികൾ കേന്ദ്രം സമ്മതിക്കട്ടെ, എന്നിട്ട് നമുക്ക് അന്ന് പറഞ്ഞാൽ പന്തിയല്ലോ. അത് കേന്ദ്രം സമ്മതിച്ചാൽ നമുക്ക് അന്നാലോചിക്കാം. ഇപ്പോഴത്തെ നിലയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. അല്ല, ഇത് പറഞ്ഞ് ഈ കണ്ടീഷനാണ് പറയുന്നത്. പാഠ്യപദ്ധതിയിൽ നമ്മുടെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറയട്ടെ കേന്ദ്രം. ഞങ്ങൾ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്ക് കൊടുത്തുള്ള നിർദ്ദേശം അതാണ്. ഒരിക്കലും സംസ്ഥാനത്തിൻ്റെ പാഠ്യപദ്ധതിയിൽ കേന്ദ്രം തലയിടാൻ പാടില്ല. പിന്നെ ദേശീയ നയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നയത്തിൽ ആർക്കും വിരോധമൊന്നുമില്ലല്ലോ. നേരെ മറിച്ച് ചരിത്രത്തിന് വളച്ചൊടിക്കാൻ പാടില്ല. അല്പം മുമ്പ് KC വേണുഗോപാലോട് സംസാരിച്ചപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്നാണ് പറഞ്ഞത്. അത് റെഡ് അലേർട്ട് ആണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. അല്ല, അത് ഞാൻ പറയട്ടെ, അദ്ദേഹം കേരളത്തിൻ്റെ ഭാഗമല്ലേ. എന്ത് അഖിലേന്ത്യ ആണെങ്കിലും കേരളത്തിലല്ലേ പ്രവർത്തിക്കുന്നേ.
അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവും. നാളെ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനും കൂടിയല്ലേ. അപ്പോൾ സജീവമാവണമല്ലോ. പക്ഷേ ഒരിക്കലും അദ്ദേഹം പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അധികം തലയിടാറില്ല. ഈ പുനഃസംഘടന എങ്ങനെയാണ് മുരളിയേട്ടാ? പുനഃസംഘടനയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അതിർത്തികൾ മുരളിയേട്ടനുണ്ടെന്നൊക്കെ ആണല്ലോ. അല്ല, അതിന് ഇപ്പോൾ സെക്രട്ടറിമാർ ലിസ്റ്റ് അത് പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകാൻ ഉണ്ടാകും. മുരളീധരന് വിഷമമുണ്ടെന്നൊക്കെ ഉള്ളൊരു അഭ്യൂഹങ്ങളുണ്ട്. എൻ്റെ വിഷമം നിങ്ങൾ ഉണ്ടാക്കിയല്ലോ. ഞാൻ എൻ്റെ പ്രയാസങ്ങളും ഞാൻ ആരോടും സംസാരിക്കാറില്ല. ശരി ശരി